രാമായണം, മഹാഭാരതം പോലുള്ള കൃതികളൊക്കെയും വേദങ്ങളുടെ സാരാംശങ്ങളെ ജനങ്ങളിലേക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത കൃതികളാണ് 4 വേദങ്ങൾ. ആ 4 വേദങ്ങളും 4 വേദങ്ങളുടെയും ആദ്യവും അവസാനമായി കിടക്കുന്ന 108 ഉപനിഷത്തുകളും ജനങ്ങൾക്ക് മനസ്സിലാക്കുകയും ഏതാരൂപത്തിൽ പറഞ്ഞാൽ മനസ്സിലാക്കണം, അപ്പൊ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കാം എന്നുള്ളൊരു ധാരണയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കഥകളാണ് രാമായണവും മഹാഭാരതവും തുടങ്ങിയവ. ഇനി നമുക്ക് റിവേഴ്സ് ചെയ്യാം. അപ്പോ രാമായണവും മഹാഭാരതവും എഴുതപ്പെട്ടതിന് ശേഷമായിരിക്കും? വേദങ്ങൾ എഴുതപ്പെട്ടതിന് ശേഷമായിരിക്കും. വേദകാലഘട്ടം എന്ന് പറയുന്നത് BC 600-1500 ആണ് കാലഘട്ടം. അതായത് 2500 മുതൽ ഒരു 4000 വർഷം മുമ്പ്. ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു 2500 മുതൽ 4000 വർഷം അടിയിലുള്ള കാലയളവിനുള്ളിലാണ് 4000 വർഷത്തിന്റെ പഴക്കമേ വേദങ്ങൾക്കുള്ളൂ. അപ്പോൾ എങ്ങനെ പോയാലും ഈ 4500 കൂടിക്കോട്ടെ 5000 എന്ന് റൗണ്ട് ചെയ്താലും 5000 വർഷത്തിൽ കൂടുതൽ ചരിത്രം ഇന്ന് സംസ്കാരത്തിന്റെ യുഗങ്ങളെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന സാഹിത്യ കൃതികൾക്ക് ഇല്ല. ഇത് ഞാൻ പറയുന്നതിന്റെ കാരണം എന്തൊക്കെ ഒരു സാഹിത്യ കൃതി എടുത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പുതിയ കാലത്ത് അതിനെങ്ങനെ വിമർശിച്ച് തള്ളുന്നത് എന്ന് വിചാരിക്കാം. പക്ഷേ ഈ ഒരൊറ്റ കൃതി മാത്രം ഇന്ത്യൻ ജനാധിപത്യത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വലിയൊരു ആഘാതമുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ വായിക്കുന്ന പല സന്ദർഭങ്ങളിലൂടെയും ഈ കഥയുടെ അല്ലെങ്കിൽ മനുസ്മൃതിയുടെ അല്ലെങ്കിൽ വർണ്ണവ്യവസ്ഥയുടെ കൃത്യമായിട്ടുള്ള മിക്സിംഗ് നമ്മൾ അറിയാതെ ഈ കഥയിൽ ലയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ കഥ പ്രചരിക്കുമ്പോഴും കൂടുതൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? വർണ്ണവ്യവസ്ഥയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ശ്രീരാമൻ ഏത് തീരുമാനം എടുക്കും മുമ്പ് ആരോട് അഭിപ്രായം ചോദിക്കും? ശ്രീരാമന്റെ അഭിപ്രായം എല്ലാ തീരുമാനങ്ങളും എടുക്കും മുമ്പ് അഭിപ്രായം ചോദിക്കുന്നത് ബ്രാഹ്മണരോടാണ്. ബ്രാഹ്മണ മതത്തെ ഹിന്ദു മതമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബ്രാഹ്മണിക്കനായിട്ടുള്ള വർണ്ണവ്യവസ്ഥിതിയുടെ ഒരു സംസ്കാരത്തെ ഹൈന്ദവ സംസ്കാരമാണെന്നും അഥവാ അതാണ് ഇന്ത്യൻ സംസ്കാരമെന്നും വരുത്തിയിരുന്ന ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള സാഹിത്യ കൃതികളെയും കൂടെ മുൻപിടിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്.